അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ പുത്രത്വത്തിൻ ആത്മാവാലെ ശക്തിയ തൻ വേല തീർക്കാം വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ. വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ. വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് സ്തോത്രം, സ്തോത്രം. രാത്രികാലം മുഴുവനും സൂക്ഷിച്ചല്ലപ്പാ, നന്ദി പിതാവേ, നന്ദി, നന്ദി കർത്താവേ. അവിടുത്തെ കരുണയ്ക്കായി, കരുതലിനായി, സ്നേഹത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിമനോഹരമായൊരു പ്രഭാതം കണ്ട് സന്തോഷിപ്പാൻ കർത്താവിൻ്റെ പാദപീഠമായിരിക്കാൻ കൃപ തന്നല്ലോ. എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയപ്പെട്ടവരുണ്ട്, ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുപോലെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കേണ്ടതിനായി ഏൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കൽ ദാനമായി തരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പോക്കിലെ, വരവിലെ, വാഹനത്തിലെ, വഴിയിലെ, ജോലിയിലൊക്കെയും കൂടെ ഇരുന്ന് സഹായിക്കണമേ. വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിലും അപകടത്തിലും രോഗദുഃഖാദി പകർച്ചവ്യാധി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ കർത്താവെ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നപ്പാ, സ്തോത്രം. ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ശത്രു കാണാതെ സൂക്ഷിക്കണമേ കർത്താവെ. എല്ലാ രോഗദുഃഖാതെ പകർച്ചയാതെ മരണത്തിന് ഏൽപ്പിക്കാതെ പരിപാലിക്കണമേ. അരുതാർത്ഥത്തിലൊന്നും അകപ്പെട്ടുവാൻ സമ്മതിക്കരുതേ കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ് ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളുണ്ട്. 10ലും 11ലും 12ലും പഠിക്കുന്നവരുണ്ടപ്പാ. ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്നവർ കർത്താവേ. മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. OIT IELTS പഠിക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്കും കർത്താവേ, മറ്റു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. അവിടുത്തെ ജ്ഞാനത്താൽ അവർ നിറയ്ക്കണം. നന്നായി പഠിക്കണം, നന്നായി പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. അവരാഗ്രഹിച്ച സ്ഥാനങ്ങളിലൊക്കെ അവരെ എത്തിക്കുമാറാകണം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ആമേൻ കർത്താവേ. വിജയം നൽകി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, അവരുടെ ആഗ്രഹിച്ച സ്ഥാനത്ത് അവരെ എത്തിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുക്കണം. തടസ്സം മുടക്കം മാറ്റണം. സ്വർഗം അവരോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ടപ്പാ. ജയം നൽകിയവരെ മാനിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു നാഥ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ഒരു ഉപജീവനമാർഗം ആഗ്രഹിക്കുന്നു. സ്വർഗം സകല വഴിയും തൻ്റെ മക്കൾക്ക് മുന്നിൽ തുറന്നാട്ട്. നിന്നെ മാനിക്കുന്ന ദൈവമാണെന്നിടത്ത് വചനമാപ്പ. അവിടുത്തെ പാതവിടെ ചാർന്നിരുന്ന് കരയുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയും ശക്തീകരിച്ച് ബലത്തോടെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് വിദൂരതകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെയും സമാധാനത്തോടെ കാത്തുകൊള്ളണമേ കർത്താവേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ. നിന്റെ സമാധാനം ഓരോ മക്കൾക്ക് നൽകണമേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. നന്ദി പിതാവേ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ് കർത്താവേ. പാലപീഠങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് വളർത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗ്ഗങ്ങളെയും തിരുമുൻപാകെ സമർപ്പിക്കട്ടെ. ചെറുതും വലുതുമായ സകല ഉപജീവനമാർഗ്ഗത്തെ സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരു കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവേ, പ്രാർത്ഥനയെ ശ്രദ്ധിച്ചൊരു ജീവിതമുണ്ട്. ബിസിനസ് കൈമാറുവാനിരിക്കുന്ന ജീവിതം കർത്താവേ, അത് മറ്റുള്ള ഒരാളിനെ കൈമാറിക്കൊണ്ട് തൻ്റെ മകൻ കർത്താവെ നല്ലൊരു സ്ഥാനത്തെത്തുവാൻ നല്ലൊരു വഴിവാതിൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ സ്വർഗം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. അത്ഭുതം കാണുവാനിടയാക്കണമേ.
ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുക്കണം. ഭാരപ്പെടുന്ന ഓരോ ജീവിതങ്ങളുടെ പേരും സ്വർഗമിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിലിട്ട് തരിക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കട്ടെ. എൻ്റെ കർത്താവ് അവരുടെ അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കണമേ. സ്വർഗം തുറക്കണമേ. അവിടുത്തെ സന്നിധിയിൽ ഒന്നിനും കുറവില്ലപ്പാ. കരയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചേ മതിയാകുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും പൂർണ്ണമായും സ്വർഗം തീർത്തു കൊടുക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഭവനമൊക്കെ വിറ്റിട്ട് കർത്താവേ, മക്കളുടെ കൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. നീ അവരെ കരുതണമേ, അവരെ സഹായിക്കണമേ. യാതൊരുവിധ ഭാരമോ ക്ലേശമോ അവരെ അലട്ടുവാൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അനുവദിക്കാതെ അവരുടെ വഴികളെ ക്രമപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഹാലലിയാണ് വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നതിൻ്റെ സ്വർഗ്ഗം അവരെ കാത്തുകൊള്ളണമേ. തക്ക തുണയൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ സമയം ഹാലലുയ കർത്താവേ, സ്തോത്രം സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നപ്പാ. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവരുടെ നിന്ന് ഉരുട്ടി മാറ്റണമേ. സ്വർഗത്തിലെ ദൈവമേ, നല്ല തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ട് വചനം അതിവേഗം പായുന്നത് കടന്നു ചെല്ലട്ടെ. സ്വർഗം അവരെ സഹായിച്ച് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. കർത്താവ്, ഗർഭിണികളായിരിക്കുന്ന മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരുടെ ക്ഷീണം ഭാരമൊക്കെ സ്വർഗം മാറ്റി കർത്താവേ, ആരോഗ്യത്തിനും കൃപയിലും സൂക്ഷിക്കണമേ. മാസം തികോളം കൂടിയിരിക്കണമേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന അനവധി അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന പൈതങ്ങളുണ്ടപ്പോൾ അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, സഹായിക്കണം അപ്പാ. സ്തോത്രം. ജോലി ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. സ്തോത്രം. യാത്ര ചെയ്യേണ്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. നീ അവരെ സഹായിച്ച് താങ്ങിക്കൊള്ളണമേ. അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഹാലേലൂയ. മദ്യത്തിലും മയക്കുമരുന്നിലും അനേക ജീവിതങ്ങൾ കഴിയുന്നപ്പ. കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല. സഹോദരിമാർ കുഞ്ഞുങ്ങളെ കരയുന്നു. മാതാപിതാക്കളെ കരയുന്നപ്പ. സുബോധമില്ലാതെ കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ജീവിതം കഴിക്കുമ്പോൾ കർത്താവേ, അവരെ ചൊല്ലി വേദനിക്കുന്ന കുടുംബങ്ങളോട് കരുണ തോന്നിയേ മതിയാകുമപ്പാ. നീ അവരോട് മനസ്സലിയണമേ. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ, ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയമാപ്പാ. നീ അവിടെ ഇറങ്ങി പ്രവർത്തിക്കണം. മാനസാന്തരം നൽകണം. പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും മറഞ്ഞിരിക്കാത്ത കർത്താവേ, മക്കളോട് മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്നടിയ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ആരും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ അപ്പ. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലലുയ കർത്താവേ, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഓർക്കുന്ന രോഗികളെ ദുഃഖത്തിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവതീവാക്കന്മാരെ സമർപ്പിക്കുന്നു. ക്ലേശം നിറഞ്ഞ ലോകത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് സൂക്ഷിക്കണം. വരുതാത്തവരൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഓർക്കുന്നു. അപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ വാടക ഭവനമൊക്കെ ഒന്നൊഴിഞ്ഞ് സ്വന്തം ഭവനത്തിലൊന്ന് കിടന്നിറങ്ങുവാനൊരു അവസരം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെയും ഏൽപ്പിക്കുന്നു. പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. എല്ലാ സ്വർഗീയ നന്മയും ഓരോ മക്കൾക്കും നൽകണമേ. ദൈവമായ കർത്താവെ, ഈ സമയം പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച മക്കളെ അവിടുത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതുവർഷകാലം തന്നെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിലും പുതുവയസ്സിലും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അവരെ ഉയർത്തി വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിച്ച് ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം എന്നടിയെ പ്രാർത്ഥിക്കുന്നു. നീർന്ന വേദനകൾ കൂടി കടന്നു പോകുന്ന അനേക ജീവിതങ്ങളുണ്ടപ്പാ. നീയെല്ലാം സഹായിപ്പാൻ മറ്റാരുമില്ല. അപ്പൻ്റെ മുഖം നോക്കുന്നവരാരും ലജിച്ചു പോയിട്ടില്ല. സകല വേദനകൾക്കും അറുതി വരുത്തണമേ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം വരുത്തണമേ. സ്വർഗമിറങ്ങി സഹായിക്കണമേ. ആരെ വിഴുങ്ങുണ്ടെന്ന് അലർന്ന് സിംഹം പോലെ ഭവിഷ്യതയുടെ ഓടി നടക്കുന്ന ദുഷ്ടപിശാചിൻ്റെ മുൻപിൽ ആരുമേ ഹാലലുയ കർത്താവേ, ഹാലലുയ ആരെയും വിഴുങ്ങുവാൻ അനുവദിക്കുക. സ്വർഗം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലുയ കർത്താവേ, ഈ സമയം ഹാലലു ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകം സമർപ്പിക്കുന്ന ആശുപത്രി മുറിക്കുള്ളിലും ഭവനങ്ങളിലും കിടക്കകളിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും തിരുമുൻപാകം ഏൽപ്പിച്ചു തരിക. രോഗിക്ക് നല്ല വൈദ്യൻ അവിടുന്ന്, രോഗം നീക്കുന്ന മരുന്ന് അവിടുന്ന്, കരുണയുള്ള കർത്താവ് അവിടുന്ന്, മനസ്സലിവും ദയവുമുള്ള മനുഷ്യനപ്പാ അവിടുന്ന് ഓരോ മനുഷ്യരോട് മനസ്സലിവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. ഓപ്പറേഷൻ തിയേറ്ററിലും ICUലും CCയിലും ഡെലിവറി റൂമിലും കിടക്കുന്നവരുണ്ട്. വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ടപ്പാ. സ്തോത്രം കർത്താവേ. അനേകായിരങ്ങളെ പലവിധ വ്യാധികളാൽ ഭാരപ്പെടുന്നു. ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട്, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട്, ആസ്മ രോഗികളുണ്ട്, തൈറോയിഡ് ഉള്ളവരുണ്ട്, അപ്പോൾ അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ കർത്താവേ, യൂറിക് ആസിഡും കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കർത്താവേ, കൈകാലുകൾക്ക് ബലമില്ലാത്തവർ, ചലനമില്ലാത്തവർ, ദൈവമേ, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, പല്ലിൻ്റെ അസ്വസ്ഥതയാൽ കഴിയുന്നവർ, ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ, പല അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം 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 നാഥ. കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ, അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം അപ്പ. ഉച്ച മുതലുള്ള കാൽവത്തന്നെ തൊടണമേ അപ്പ. എല്ലാ രോഗത്തിനും കാൽവർക്കുശ രക്തം മതിയപ്പ ദൈവമേ. സ്തോത്രം 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 കർത്താവ്. ശരീരമാസകലം നീർക്കെട്ടും വേദനയാലും ഭാരപ്പെടുന്നവർ, നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ കർത്താവ്, സ്തോത്രം 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 അപ്പ. ഉദര സംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവേ, തൊട്ട് സുഖപ്പെടുത്തണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി കൊഴിയുന്ന ജീവിതങ്ങൾ, മറ്റു വിവിധ ഭാരങ്ങൾ അനുഭവിക്കുന്ന ഓരോ മക്കളെയും തിരുമുൻപാകെ ചേർത്ത് വയ്ക്കുക. അങ്ങ് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ഓരോ മക്കളോടും മനസ്സിലെണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം ഹാലേലൂയ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമേ. എല്ലാ സൗഖ്യത്തെയും അയക്കണമേ, സമാധാനത്തെ അയക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിച്ച് കാത്തുകളിലെ ജയിൽവാസം അനുഭവിക്കുന്നവരെ വിടുവിക്കണമേ. ഹല്ലേലൂയ കർത്താവ്. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ, ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തെടുപ്പാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദേശത്തെ സമർപ്പിക്കുന്ന വയനാടിൻ്റെ പ്രദേശത്ത് കർത്താവ് ചെല്ലണമേ അപ്പാ. ശൂന്യമായതിനെയൊക്കെയും നീ ഹല്ലേലൂയ പിന്നെ നഷ്ടപ്പെട്ടത് മടക്കി കൊടുക്കാൻ കഴിവുള്ള അപ്പൻ അവിടുന്നാകയാൽ സ്വർഗം പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, നഷ്ടപ്പെട്ടവർ വേദനയെ ചൊല്ലി ഭാരപ്പെട്ട് ഹൃദയം കലങ്ങി നിരാശപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ. നഷ്ടപ്പെട്ടതിലപ്പുറമായി തൻ്റെ മക്കൾക്കെല്ലാം സ്വർഗം മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറപ്പും ധൈര്യവും കൊടുക്കണം. ഭീതിയും ഭാരവും ഭയവും മാറ്റണം. സ്വർഗം അവിടുന്ന് സ്നേഹത്തിൻ്റെ ആത്മാവിനാൽ അവരെ പൊതിയണം. പരിശുദ്ധാത്മ നിറവിലവരെ നിറയ്ക്കണം. കർത്താവരെ കാത്തുകൊള്ളണമേ, സംരക്ഷകനായിരിക്കണമേ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. രക്ഷാപ്രവർത്തനം നടത്തുന്ന മക്കളെ അടിയൻ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം അവരെ സഹായിക്കണം, അവരെ ബലപ്പെടുത്തണം. കാലിലൊരു മുള്ള പോലും കൊള്ളാതെ കണ്ണു നനയാൻ അനുവദിക്കാം. സ്വർഗ്ഗം അവരെ കാത്തുകൊള്ളണേ, അവരുടെ കുടുംബത്തെ കാത്തുകൊള്ളണമേ. കർത്താവ് വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് സകലത്തിന് മതിയായ ദൈവമാ. സ്തോത്രം സ്തോത്രം. ആമേൻ കർത്താവേ. ആവശ്യങ്ങളുടെ നടുവിൽ സഹായിപ്പാൻ കടന്നുപോയ ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം 1000 മടങ്ങ് തൻ്റെ മക്കൾക്ക് മടക്കി കൊടുക്കണമേ. ഒന്നിനും കുറവ് കൂടാതെ സ്വർഗ്ഗവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ വിഷയവും കർത്താവിൻ്റെ മുന്നിൽ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ആശ്വസിപ്പിക്കണമേ, കൃപയിൽ പൊതിയണമേ, കൂടെ ഇരിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് ഓരോ പ്രാർത്ഥനാ വിഷയത്തിന്മേലും മറുപടിയുമായി ഇറങ്ങി ഓരോ മക്കളെയും ആശ്വസിപ്പിച്ച് സഹായിച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അനേകായിരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന മക്കളായി, ആശ്വാസമുണ്ടാക്കുന്ന മക്കളായി തീരുവാൻ എല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ കൂട്ടമായ കുടുംബമായ ആളാമ്പത് വ്യക്തികളായി പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. അനുഗ്രഹിച്ച് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.